ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ ഖേദപ്രകടനവുമായി നടൻ വിനയ് ഫോർട്ട്. 235 പേജുള്ള എന്തോ പരിപാടി വന്നിട്ടില്ലേ, ഞാനത് വായിച്ചിട്ടില്ല എന്നായിരുന്നു വിനയ് ഫോർട്ട് പറഞ്ഞത്. സിനിമയുടെ റിവ്യൂ ചോദിക്കുകയാണെന്നുള്ള തരത്തിലാണ് അവര് വന്നപ്പോൾ ഞാൻ അതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അവരെന്നോട് ചോദിച്ചത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ്. അത് വളരെ ഗൗരവമേറിയ വളരെ ദീർഘമായിട്ടുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, പഠിക്കണം, എന്നിട്ട് പ്രതികരിക്കണം. അല്ലാതെ നമുക്കൊന്നും അറിഞ്ഞുകൂടാണ്ട് നമ്മൾ വായി തോന്നുന്ന വിളിച്ചു പറയുന്നത് വീട്ടിൽ തോന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാനും അത് വീണ്ടും കണ്ടു കഴിഞ്ഞപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലെയുള്ള അത്ര ഗൗരവമേറിയ ഒരു റിപ്പോർട്ടിനോട് പ്രതികരിക്കേണ്ട ഒരു രീതിയിലല്ലായിരുന്നു എന്റെ ശരീരഭാഷയെന്ന് എനിക്ക് തോന്നി. അപ്പൊ അത് കുറച്ച് സുഹൃത്തുക്കളെ അത് വേദനിപ്പിച്ചായിട്ട് ഞാൻ അറിയുകയും ചെയ്തു. അപ്പോ ഞാൻ അങ്ങനെ എന്റെ പ്രതികരണം ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഏത് സാഹചര്യത്തിലാണ് വിനയ് ഫോർട്ടിന്റെ ഈ ഖേദപ്രകടനം? വേണു, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ദിവസം വിനയ് ഫോർട്ടിനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് 235 പേജുള്ള എന്തോ പരിപാടി വന്നിട്ടില്ലേ, ഞാനത് വായിച്ചിട്ടില്ല, ആകെ അത്ര സമയമല്ലേ ഉള്ളൂ, അതിന്റെ ഇടയിൽ വേറെ എന്തൊക്കെ പരിപാടികളുണ്ട്, സമയം കിട്ടണ്ടേ, മലയാള സിനിമ അടിപൊളിയാണ്. ഇത് പറഞ്ഞ് അദ്ദേഹം ഒരു പ്രത്യേക ശരീരഭാഷയിലാണ്, അപഹസിക്കും വിധമാണ് ഇത് പറഞ്ഞു പോവുകയുണ്ടായത്. പിന്നീട് ഇത് വലിയ വിവാദമാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തു. ഹേമ കമ്മീഷനെ തന്നെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു വിനയ് ഫോർട്ടിന്റെ പ്രതികരണം എന്നുവരെ വലിയ വിവാദം ഉണ്ടാവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ ഖേദപ്രകടനവുമായി വന്നിരിക്കുന്നത്. നിലവിൽ താൻ പറഞ്ഞത് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.